ആക്രമണ ഫുട്ബോളിന്റെ പോരായ്മയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് കാരണമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ജോ പോൾ അഞ്ചേരി. നായകൻ അഡ്രിയാൻ ലൂണയുടെ അഭാവം മുന്നേറ്റങ്ങളെ സാരമായി ബാധിച്ചെന്നും അടുത്ത മത്സരത്തിൽ ടീം ശക്തമായി തിരിച്ചുവരുമെന്നും ജോ പോൾ അഞ്ചേരി 24-നോട് പറഞ്ഞു. ഇന്ത്യൻ മുൻ താരം ജോ പോൾ അഞ്ചേരി ഇപ്പോൾ 24-നൊപ്പം ചേർന്നു. ഒരുപക്ഷെ ഒരു വലിയ ഓണസമ്മാനം പ്രതീക്ഷിച്ചെത്തിയ ആരാധകർ പക്ഷേ നിരാശയാണ്. അതെ, എല്ലാവരും ഓണസമ്മാനം തന്നെ പ്രതീക്ഷിച്ച, പക്ഷെ എന്താ ഫുട്ബോളാണ്, നമുക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പൊതുവെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കോറിംഗ് ഒന്നും ചെയ്തു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വന്നു ഗോളുകൾ. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു തിരിച്ചു വരാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്താണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഡള്ളായി തോന്നി? ഫീൽഡ് കളി ഒതുങ്ങി എന്ന് മാത്രം പറയണം. അറ്റാക്കിങ് കുറച്ച് കുറവായിരുന്നു. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ അധികം ശ്രമിക്കാന്ന് വെച്ചാൽ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ കുറവായിരുന്നു. കേരള ഫുട്ബോൾ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിങ്ങിലൂടെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു, ക്രോസുകൾ വരുന്നു. പക്ഷെ ആ ഒരു ഗെയിം നമ്മൾ ശരിക്കും കാണാൻ സാധിച്ചില്ല. ആ ഒരു ചെറിയൊരു ഡ്രോബാക്ക് തന്നെ. ലൂണയുടെ അഭാവം കൃത്യമായി ശരിക്കും ലൂണയുടെ അഭാവം ശരിക്കും നമുക്ക് കാണിക്കാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്, എടുത്തു പറയേണ്ടതാണ്. സിമനസിന്റെ വന്നത് വെറുതെ ആയില്ല. സൂപ്പർ ഹെഡ്, സൂപ്പർ ഗോള്, നല്ല പൊസിഷനിങ്, നല്ല ക്രോസ്. അത് അവിടെയാണ് നമുക്ക് എന്താണ് സ്ട്രൈക്കർക്ക് വേണ്ടത്. സ്ട്രൈക്കർ ഡ്യൂട്ടി ചെയ്തു, ഈക്വലൈസിംഗ് ഗോൾ സ്കോർ ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാച്ച് ആയ കാരണം ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓവർകം ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും, ഷുവറാണ്. അടുത്ത മത്സരം കുറച്ചുകൂടെ കടുപ്പമാണ്, ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. എന്താണ് അപ്പോഴേക്കും തിരിച്ചു വരാൻ സാധിക്കും? പിന്നെ ഷുവറായിട്ടും ഇനിയിപ്പോൾ ഒരാഴ്ച ഉണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളാണെങ്കിൽ കഴിഞ്ഞ മത്സരം തോൽക്കുകയും ചെയ്തു ബാംഗ്ലൂരായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, ഷുവറായിട്ടും. കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. താങ്ക് യു. എന്തായാലും ജോ പോൾ അഞ്ചേരി പറയുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. ഈ മത്സരത്തിലെ ആദ്യ മത്സരത്തിന്റെ ചില പിഴവുകളായി മാത്രം കണ്ടാൽ മതിയെന്നും അടുത്ത മത്സരത്തിൽ ശക്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് റിജോയ്ക്കൊപ്പം അനിൽ വാസുദേവ്, 24.